ഹലോ ഫ്രണ്ട്സ്, ഹൈടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ ക്ലോസറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ കോമൺ ബാത്റൂമിലാണ്. സെറ എന്ന ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു പാക്കിംഗ് ആയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാപ്പും നമ്മൾ സെറ എന്ന ബ്രാൻഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട് ക്ലോസറ്റും അതുപോലെ തന്നെ ട്രാപ്പും. ഇനി ക്ലോസറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കവർ വരുന്നുണ്ട്. ആ കവർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ക്ലോസറ്റിൻ്റെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലോസറ്റിൻ്റെ ബാക്ക് ചുമരിൽ നിന്ന് 9 ഇഞ്ചും അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ വലത് ചുമരിൽ നിന്ന് 17 ഇഞ്ചുമാണ് വെച്ചിട്ടുള്ളത്. ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒരു ഉളി ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആ ഭാഗമാണ് നമുക്ക് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റേണ്ടത്. ഇവിടെ ഫ്ലഷ് ടാങ്ക് കൂടിയും ഫിറ്റ് ചെയ്യാൻ നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മുടെ 1.25 ഇഞ്ച് പൈപ്പ് ക്ലോസറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ബാക്ക് ചുമരിലേക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. ക്ലോസറ്റിൻ്റെ ട്രാപ്പിൽ 4 ഇഞ്ച് PVC ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ ടൈപ്പ് ട്രാപ്പിൽ പറ്റുന്നതല്ല. അപ്പോൾ നമുക്കിത് കപ്ലിംഗ് പീസോ അല്ലെങ്കിൽ 4 ഇഞ്ച് ചൂടാക്കിയിട്ടോ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലോസറ്റ് ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവലിൽ നിന്ന് 2 ഇഞ്ച് ഉയർത്തി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് 4 ഇഞ്ചോ അല്ലെങ്കിൽ കറക്റ്റ് ഫ്ലോറിൻ്റെ ലെവലിലോ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാനുള്ള മണ്ണ് എടുക്കൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് അതിലേക്ക് ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഇവിടെ ബാത്റൂമിൻ്റെ തറയുടെ ഹോള് സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു 40 ഇട്ടുകൊണ്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ചില ബാത്റൂമിൽ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇടാൻ കഴിയുന്നതാണ്. PVC ഫിറ്റിങ്സുള്ള സോൾവെൻ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം ട്രാപ്പിലേക്ക് നമുക്ക് 4 ഇഞ്ച് പൈപ്പ് നമ്മളിവിടെ ചൂടാക്കിയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ട്രാപ്പ് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്യാം. ഇതുപോലെ PVC ചൂടാക്കിയിട്ട് നമുക്ക് കറക്റ്റ് ടൈറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇതാവും ബെറ്റർ. കപ്ലിംഗ് പീസ് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ടാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ട്രാപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്യേണ്ടതുണ്ട്. സിമെൻറ്റ്, മണലും അതുപോലെ തന്നെ മെറ്റലും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് കൂട്ടിയെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ആ ഫൗണ്ടേഷൻ ഒന്ന് നന്നായി നനച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ ട്രാപ്പ് കറക്റ്റ് ലെവലിൽ സ്പിറ്റ് ലെവലിൽ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം. ട്രാപ്പിലേക്ക് നിർബന്ധമായും കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു വെക്കേണ്ടതുണ്ട്. ഇത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഗ്രൗട്ട് ഇടുന്ന സമയത്ത് അതുപോലെ നമ്മുടെ പരിക്കം വെച്ച് കെട്ടുന്ന സമയത്തൊക്കെ അതിലേക്ക് ട്രാപ്പിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഡൈലൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിടുന്നത്. ഇനി നമുക്ക് കട്ട കെട്ടാനുള്ള ഭാഗം കൂടി നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ കറക്റ്റ് ലെവലിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കുന്നതാണ്. ഇതിനുശേഷം നമ്മുടെ ട്രാപ്പും അതുപോലെ 4 ഇഞ്ച് PVC കണക്ട് ചെയ്ത ഭാഗം ഗ്രൗട്ട് ഉപയോഗിച്ച് ഫസ്റ്റ് ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം നല്ല ഫില്ല് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്ത് ഗ്രൗട്ടിൽ മുക്കിയതിന് ശേഷം നമുക്കതിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ആ ലീക്കേജ് വരുന്നത് തടയാനും അതുപോലെ തന്നെ ട്രാപ്പും നമ്മുടെ പൈപ്പും തമ്മിലൊരു കറക്റ്റ് സ്ട്രോങ് ആയിട്ടിരിക്കാനും സഹായിക്കുന്നതാണ്. എന്നതിന് ശേഷം ഗ്രൗട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നതിനായി കട്ട കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നല്ല കറക്റ്റ് ഹൈറ്റിന് നമുക്ക് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 6 ഇഞ്ച് കട്ടയാണ് എടുത്തിട്ടുള്ളത്, താബൂക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് പരിക്കനൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ക്ലോസറ്റിൻ്റെ ഹൈറ്റിന് കെട്ടി വെക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ക്ലോസറ്റ് അതിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ക്ലോസറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ അളവുകളെല്ലാം കറക്റ്റ് ലെവലിൽ അല്ലേന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ശേഷം നമുക്ക് ക്ലോസറ്റിൻ്റെയും ട്രാപ്പിൻ്റെയും ഭാഗം വരുന്ന ഭാഗം നമുക്ക് ഗ്രൗട്ട്
ഇതുപോലെ തന്നെ ഗ്രൗട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ലെവലിൽ ഉറപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്ലോസറ്റിൻ്റെ അടിഭാഗം നമുക്ക് എംസാൻഡ് നന്നായി ഫില്ല് ചെയ്ത് ക്ലോസറ്റ് ഉറപ്പിച്ചെടുക്കാം.